ഇന്നലെ 7ാമത്തെ തവണയും മമ്മൂട്ടിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി അല്ലേ? ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? മമ്മൂട്ടി ഹാസ് ബാഗ്ഡ് ഹിസ് 7th ഫിലിം അവാർഡ്സ്. കുറച്ചുകൂടെ ഒഫീഷ്യലായിട്ട് പറയുകയാണെങ്കിൽ മമ്മൂട്ടി ഹാസ് ക്ലിൻച്ച്ഡ് ഹിസ് 7th ഫിലിം അവാർഡ്സ്, അല്ലെങ്കിൽ മമ്മൂട്ടി ഹാസ് ബീൻ ഓണേഡ് വിത്ത് ഹിസ് 7th ഫിലിം അവാർഡ്സ്. എൻ്റെ ഫേവറേറ്റ് ആക്ടർ ഒരാൾ മമ്മൂട്ടി തന്നെയാണ്. അദ്ദേഹത്തെ കാണുമ്പോൾ ഒരുപാട് ഇഡിയംസ് എൻ്റെ മൈൻഡിലൂടെ കടന്നു പോകാറുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് അറ്റ് ദ ടോപ്പ് ഓഫ് ഹിസ് ഗെയിം, മീൻസ് പെർഫോമിങ് അറ്റ് ഹിസ് വെരി ബെസ്റ്റ് ലെവൽ ബൈ ഷോയിങ് മാസ്റ്ററി ഇൻ ഹിസ് ഫീൽഡ്. ഒരു മേഖലയിൽ അതിവിദഗ്ധമായ പ്രകടനം മാത്രമല്ല, ഒരു എന്താ പറയുക, ടോപ്പ് ലെവൽ പെർഫോമൻസ് എന്ന് പറയാം അല്ലേ? ബ്രഹ്മയുഗത്തിലെ പെരുമൺ പോച്ചി ഒരു പീക്ക് ലെവൽ പെർഫോമൻസ് ആയിരുന്നു. ആ ഒരു മൂവിക്ക് അവാർഡ് കിട്ടിയില്ലെങ്കിലായിരിക്കും നമ്മൾക്ക് അത്ഭുതം തോന്നുക അല്ലേ? ഇതിന് നമ്മൾക്ക് എങ്ങനെ സെൻറ്റൻസ് ആക്കാം? മമ്മൂട്ടി ഈസ് അറ്റ് ദ ടോപ്പ് ഓഫ് ഹിസ് ഗെയിം ഇൻ ആക്ടിങ്, അല്ലെങ്കിൽ ഫാൻസ് ബിലീവ് മമ്മൂട്ടി ഈസ് സ്റ്റിൽ അറ്റ് ദ ടോപ്പ് ഓഫ് ഹിസ് ഗെയിം. ഇനി ഇദ്ദേഹത്തെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഡ്രസ് ടു കിൽ എന്നാണ്. മീൻസ് വെയറിങ് ക്ലോത്ത്സ് ദാറ്റ് മേക്സ് വൺ ലുക്ക് എക്സ്ട്രീംലി അട്രാക്റ്റീവ് ഓർ സ്റ്റൈലിഷ്. വളരെ ആകർഷകം മാത്രമല്ല തോന്നുകാറ്, വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സിങ് സ്റ്റൈൽ അല്ലേ? ഇത് നമ്മൾക്ക് എങ്ങനെ ഒരു സെൻറ്റൻസ് ആക്കാം? മമ്മൂട്ടി ഓൾവേസ് അറ്റൻഡ്സ് പബ്ലിക് ഇവൻറ്റ്സ് ഡ്രസ് ടു കിൽ വിത്ത് ഹിസ് എലഗൻറ്റ് ഔട്ട്ഫിറ്റ്സ്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീരില്ല, പക്ഷെ ഞാൻ തൽക്കാലം നിർത്തുകയാണ്. ബൈ, താങ്ക് യു.